അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF വണ്ടൂരിൽ വാഹന പ്രചരണ ജാഥ നടത്തും. പ്രസ്തുത ജാഥയിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി കരാർ വെച്ച 350 ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഹഡ്കോയിൽ നിന്ന് വായ്പയായി നൽകേണ്ട 2,20,000 രൂപ വീതം 7,70,00,000 രൂപ അനുവദിക്കാത്തതുകൊണ്ട് വീടുപണി പാതിവഴിയിലായ ഗുണഭോക്താക്കൾ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്. ഇത് ഉടൻ അനുവദിച്ചു നൽകണം. ക്ഷേമ പെൻഷനു വേണ്ടി അപേക്ഷ നൽകിയ ഗുണഭോക്താക്കളെ AC-യുണ്ട്, അപേക്ഷകന്റെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ആർക്കെങ്കിലും വാഹനമുണ്ട് എന്ന പേര് പറഞ്ഞ് പെൻഷൻ നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക. കെട്ടിട നികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും ക്രമാതീതമായി വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനം പിൻവലിക്കുക. വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 60ഓളം ഉദ്യോഗസ്ഥ തസ്തിക അനുവദിക്കുക. പ്രസവ ചികിത്സ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയോട് സർക്കാർ സമീപിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക. ജനങ്ങളേറെ പ്രയാസപ്പെടുന്ന വാണിയമ്പലത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനുവേണ്ടി വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരള സർക്കാരുകളുടെ ഭാഗത്തുനിന്നുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചാരണ ജാഥ നടക്കുന്നത്. ഒക്ടോബർ 3, 4 തീയതികളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം 3-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞിരംപാടത്ത് വെച്ച മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വാണിയമ്പലം മേഖലയിൽ പര്യടനം നടത്തി വൈകുന്നേരം 7 മണിക്ക് വാണിയമ്പലത്ത് സമാപിക്കും. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് D. സിദ്ദീഖ് MLA ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 4 വൈകുന്നേരം 3 മണിക്ക് കാപ്പിലിൽ DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്ത വണ്ടൂർ മേഖലയിൽ പര്യടനം നടത്തി വൈകുന്നേരം 7 മണിക്ക് വണ്ടൂർ ടൌണിൽ സമാപിക്കും. സമാപന സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച് പണി ആരംഭിച്ചിട്ടുള്ള 1200 ഗുണഭോക്താക്കളിൽ ഏകദേശം 350 ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകേണ്ട സംസ്ഥാന സർക്കാർ നൽകേണ്ട ഹഡ്കോ വായ്പ 2,20,000 രൂപ വെച്ച് 7,70,00,000 രൂപ സർക്കാർ ഇന്ന് ഗുണഭോക്താക്കൾക്ക് നൽകാൻ കുടിശ്ശികയാണ്. ഏറ്റവും പാവപ്പെട്ട ആളുകൾ വീടെന്ന സ്വപ്നത്തിനു വേണ്ടി വീട് പണി ആരംഭിച്ചുകൊണ്ട് ഇന്ന് പാതി വഴി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ 7,70,00,000 രൂപ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് അടിയന്തരമായി സർക്കാർ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പെൻഷനുകൾ ഓരോന്നോരോന്നായി പുതിയ ഉത്തരവുകൾ കൊണ്ടുവന്നുകൊണ്ട് ഈ സർക്കാർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. AC-യുടെ പേര് പറഞ്ഞ് അതുപോലെ തന്നെ ഒരു ഗുണഭോക്താവിന് അവരുടെ റേഷൻ കാർഡിൽപ്പെട്ട ആർക്കെങ്കിലും 1000 cc-യുടെ വാഹനമുണ്ടെങ്കിൽ ഇന്ന് പെൻഷൻ നിഷേധിക്കുന്ന ഉത്തരവ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് നിർമ്മാണ ഫീസും പെർമിറ്റ് ഫീസും കെട്ടിട നികുതിയുമൊക്കെ ക്രമാതീതമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിട നികുതി വർധനവ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വണ്ടൂരിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, താലൂക്ക് ആശുപത്രിയാക്കി ഉയർത്തിയിട്ട് 9 വർഷക്കാലം പൂർത്തിയായിട്ടും അവിടെ സൃഷ്ടിക്കേണ്ട 60 തസ്തികകൾ, ഉദ്യോഗസ്ഥ തസ്തിക ഇന്നും ഈ സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, വണ്ടൂരിലെ ജനങ്ങൾ ഏറെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വണ്ടൂരിലെ താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയപ്പോൾ ഉണ്ടായിരുന്ന പ്രസവ ശുശ്രൂഷ ഇന്ന് താലൂക്ക് ആശുപത്രി ആയിട്ട് പോലും വണ്ടൂരിൽ ഇല്ല എന്നുള്ളത് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പരാജയമാണ്. ഈ പ്രസവ ശുശ്രൂഷ ഉടൻ ആരംഭിക്കണം. അതുപോലെ തന്നെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന
അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം. അതുപോലെ തന്നെ വാണിയമ്പലത്തെ ട്രാഫിക് കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത് ബഹുമാനനായ രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത്, വയനാടിന്റെ MP ആയിരുന്ന സമയത്ത് 21 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചുകൊണ്ട് അതിന്റെ അലൈൻമെന്റും അതുപോലെ തന്നെ മണ്ണ് പരിശോധനയും പൂർത്തിയായി നിൽക്കുകയാണ്. ഇനി അതിന് സ്ഥലമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ്. ഇത് അടിയന്തരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഈ യാത്രാക്കുരുക്കിന് പരിഹാരമുണ്ടാക്കണമെന്നും ഈ വിഷയത്തിൽ കേരള സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വണ്ടൂർ പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം 3-4 തീയതികളിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ കേന്ദ്രങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 3-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞിരമ്പാടത്ത് വെച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ വാണിയമ്പലം മേഖലയിലെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് വൈകുന്നേരം 7 മണിക്ക് വാണിയമ്പലത്ത് സമാപിക്കുകയാണ്. കൽപ്പറ്റ MLA ബഹുമാനായ T. സിദ്ദീഖ് അവർകളാണ് ആ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 2ാമത്തെ ദിവസം 4-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് കാപ്പിലിൽ നിന്ന് ബഹുമാനായ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വണ്ടൂർ മേഖലയിലെ വിവിധ വാർഡുകളിലെ പര്യടനം പൂർത്തീകരിച്ചുകൊണ്ട് വണ്ടൂർ ടൗണിൽ സമാപിക്കുകയാണ്. ആ വണ്ടൂർ ടൗണിലെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട വണ്ടൂരിന്റെ വികസന നായകൻ ശ്രീ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി നടത്തുന്ന ഈ വാഹന പ്രചരണ ജാഥയിൽ എല്ലാവരും അംഗങ്ങളാവുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 5 വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഭിന്നശേഷി മേഖലയിലാവട്ടെ, SC മേഖലയിലാവട്ടെ, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട മേഖലയിലാവട്ടെ, വനിതകളുമായി ബന്ധപ്പെട്ട മേഖലയാവട്ടെ, നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട മേഖലയാവട്ടെ, അതുപോലെ തന്നെ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള മേഖലയിൽ 5 വർഷക്കാലമായി ഈ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും MPയും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി ഈ നാട്ടിലുള്ള ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഥ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥയ്ക്ക് എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷൈജൽ അടപ്പച്ച, കൺവീനർ കാപ്പിൽ മുരളി, ട്രഷറർ PT ജബീബ് സുക്കീർ, MK നാസർ, അഷ്റഫ് പാറശ്ശേരി, VM നാണി, CT അസൈനാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് വണ്ടൂർ. ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കാളികാവ് റോഡ്, വണ്ടൂർ.